നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന പുതിയ നയങ്ങൾ ലോക വിപണിയിൽ മൊത്തം പ്രതിഫലിക്കുകയാണ്. ഇന്ത്യക്കെതിരെയും കടുത്ത നടപടി ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നാണ് ഉയരുന്ന സംശയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകാതെ അമേരിക്ക സന്ദർശിച്ച് ട്രംപുമായി ചർച്ച നടത്തുമെന്ന വാർത്തകളും വന്നിട്ടുണ്ട്. നരേന്ദ്രമോദി അടുത്ത ആഴ്ച ഫ്രാൻസിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അമേരിക്കയിലേക്കും സന്ദർശനം നീട്ടിയേക്കും. ട്രംപ് 3 രാജ്യങ്ങൾക്കെതിരെയാണ് നിലവിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. സൗഹൃദം സൂക്ഷിക്കുന്നതിനാൽ ഇന്ത്യക്കെതിരെ കടുത്ത നടപടിക്ക് സാധ്യത കുറവാണ്. എങ്കിലും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലാണ് ട്രംപിന്റേത് എന്ന ആശങ്കയും ബാക്കി നിൽക്കുകയാണ്. കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്കെതിരെ ചുങ്കപ്പോര് തുടങ്ങിയിരിക്കുകയാണ് ട്രംപ്. ഇരു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് 25% നികുതി ചുമത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ചൈനയിൽ നിന്ന് ഇറക്കുന്ന വസ്തുക്കൾക്ക് 10% ചുങ്കവും ചുമത്തും. തൊട്ടു പിന്നാലെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് കാനഡയും മെക്സിക്കോയും രംഗത്ത് വന്നിരുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുമെന്നാണ് കാനഡയും മെക്സിക്കോയും അറിയിച്ചിട്ടുള്ളത്. ഇതോടെ ട്രംപിന്റെ നീക്കം രാജ്യങ്ങൾ തമ്മിലുള്ള പോരിനിടയാക്കുമെന്ന് പ്രചാരണമുണ്ട്. മാത്രമല്ല, ചുങ്കപ്പോര് തുടങ്ങിയതോടെ അമേരിക്കൻ ഡോളറിന്റെ മൂല്യവും കുതിച്ചു കയറിയിട്ടുണ്ട്. 109 എന്ന നിരക്കിലേക്ക് ഡോളർ സൂചിക ഉയർന്നു. മറ്റു കറൻസികൾ ഇടിയുകയും ചെയ്തു. കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കാൻ ട്രംപിന് പദ്ധതിയുണ്ട്. ഇക്കാര്യം അദ്ദേഹം പലതവണ പരസ്യമാക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയുടെ 51ാം സംസ്ഥാനമായ കാനഡയ്ക്ക് തങ്ങൾക്കൊപ്പം ചേരാമെന്ന് ട്രംപ് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ ചുങ്കം തീർത്തും ഒഴിവാക്കാമെന്നും ട്രംപ് ഓഫർ ചെയ്തിരുന്നു. എന്നാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് എല്ലാവരും പിന്മാറണമെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പൗരന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കക്കെതിരെ ചൈന കടുത്ത നടപടി സ്വീകരിക്കാൻ തുടങ്ങിയാൽ ആഗോള വിപണി കലങ്ങി മറിയും. ട്രംപിന്റെ നടപടി ഡോളറിന്റെ കരുത്ത് വർദ്ധിച്ചതോടെ വിപണിയിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. സ്വർണ്ണവില കുറഞ്ഞു. പ്രധാന കറൻസികളെല്ലാം ഇടിഞ്ഞു. ക്രിപ്റ്റോ കറൻസി വില താഴ്ന്നു. ഓഹരി വിപണികൾ കൂപ്പുകുത്തി. വെള്ളിയാഴ്ച ഇന്ത്യൻ രൂപയുടെ മൂല്യം 86.62 ആയിരുന്നുവെങ്കിൽ ഇന്ന് 87.10 ആയിട്ടുണ്ട്. അമേരിക്ക അവിടെ തള്ളുമ്പോൾ ഇന്ത്യ ഇവിടെ വീഴുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ട്രോള്. രൂപ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ചയിലാണ്. ഇത് പ്രവാസികൾക്ക് നേട്ടമാകും. അവർക്ക് ആഹ്ലാദിക്കാനുള്ള ഒരു വക ഇതിന് പിന്നിലുണ്ട്. ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലുമുള്ള പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ കൂടുതൽ തുക ലഭിക്കും. ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിൽ പ്രതികരിച്ചിരുന്നു ചൈന. പരസ്യമായി വ്യാപാര യുദ്ധത്തിനും ട്രംപ് തന്നെ തുടക്കമിട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ചൈന ഈ നീക്കത്തെ അപലപിച്ച് രംഗത്ത് വന്നത്. വിഷയത്തിൽ തങ്ങളുടെ നിയമാനുസൃതമായ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കാൻ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് ചൈന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.